സോണിയുടെ 20 ഇഞ്ച് CRT TV ആണ്. പിക്ചർ ട്യൂബ് മാത്രമേ കംപ്ലൈൻറ്റ് ചെയ്യാത്തുള്ളൂ. ബോർഡ് കംപ്ലീറ്റ് കംപ്ലൈൻറ്റ്. കപ്പാസിറ്റർ കംപ്ലൈൻറ്റ് മാറ്റണം. എല്ലോട്ടറ ക്യാപ്പ് കംപ്ലൈൻ്റ് ഉണ്ട്. കംപ്ലീറ്റ് ബോർഡിൽ കംപ്ലീറ്റ് ഒരു സ്ഥലം ഒഴിവില്ലാതെ കച്ചറയാണ്. കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. 2 സ്പീക്കർ മാത്രം ചെറിയ കംപ്ലൈൻറ്റ് കുറവുണ്ട്. ബാക്കി ഒരുവിധം ചൂലായിട്ട് അടിച്ചെടുക്കണം. അത്രയ്ക്കും പൊടിയാണ്. ഇനി ഇതൊന്ന് സർവീസ് ചെയ്ത് റെഡിയായി കിട്ടണം വെച്ചാൽ മിനിമം 2 ദിവസം പിടിക്കും. ഈ 4 വയറ് യോക്കിൻ്റെ കേബിളാണ്, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ. അതുപോലെ യോക്കിൽ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടോ സംശയമുണ്ട്. പിന്നെ 2 സ്പീക്കർ, അതുപോലെ ബോർഡ് കംപ്ലീറ്റ് ഇത് പഴയ മോഡലായതുകൊണ്ട് തന്നെ കുറച്ച് കാലം ഇരുന്നിക്കണം. അപ്പോൾ അവർ പുതിയ TV വാങ്ങിയപ്പോൾ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വർക്ക് ചെയ്യാൻ പറ്റുവെച്ചാൽ നോക്കി ശരിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള TVകളൊക്കെ എടുക്കുമ്പോൾ സർക്യൂട്ട് ബോർഡിലൊന്നും കാര്യമായ ഫോൾട്ട് കാണാനില്ല. അപ്പോൾ ഇത് അധികം അഴിക്കാത്ത ബോർഡാണ്. ഇനി ഇതിൻ്റെ പവർ സെക്ഷനിലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വർക്കിംഗ് ആക്കിയെടുക്കാം. ആദ്യം ഇത് കംപ്ലീറ്റ് വൃത്തിയാക്കുകയാണ് വേണ്ടത്. അതിന് തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഒരു ബോർഡ് വന്ന പൊടികളാണത്. മൊത്തം അഴിച്ച് ക്ലീൻ ചെയ്യണം ഓരോ സെക്ഷനും. അത്രയും കംപ്ലൈൻറ്റ് ഇതിൽ വരുന്നുണ്ടാവും. ഇത് ഒരുപാട് കാലം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 കൊല്ലത്തിന് മീതെ എടുത്ത് വെച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ ഇങ്ങനെ പൊന്തി പോയിക്കുന്നു. അത് 450 വോൾട്ട് കപ്പാസിറ്ററാണ് കംപ്ലൈൻ്റ് ആയിരിക്കണം. മെയിൻ ഒരു കാര്യത്തിൽ മാത്രം നല്ല ഭാഗ്യമുണ്ട്, എലി മാത്രം ഉള്ളിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് വയറിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല. സർക്യൂട്ടിൽ കപ്പാസിറ്ററുകൾ ചെറുതൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടാവും. മൊത്തം ഡ്രൈ സോൾഡർ അടിച്ച് ക്ലിയർ ചെയ്താൽ മാറാവുന്ന കംപ്ലൈൻറ്റോ മിക്കവാറും ഇതിലുണ്ടാവുള്ളൂ. അത്യാവശ്യം ബോർഡൊക്കെ നല്ല ക്ലിയർ ബോർഡാണ്. അധികം ഉപയോഗിച്ചിട്ടില്ല, ആരും അധികം കൈ വെച്ചിട്ടുമില്ല. ഇത് വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടത്. കംപ്ലീറ്റ് ബ്രഷൊക്കെ തട്ടി എല്ലാ സെക്ഷനും ഒഴിവാക്കും. നിങ്ങൾക്ക് വോൾട്ടേജ് തന്നെ വരുന്നുണ്ടാവില്ല. 230 വോൾട്ട് ഡയറക്റ്റ് AC കൊടുത്താലും ഇതിൽ വർക്കാവാൻ ചാൻസ് ഏറ്റവും കുറവാണ്. അത്രയ്ക്ക് പൊടിയും കാര്യങ്ങളൊക്കെ അറിയുന്നു. അതിൽ യോക്ക് ബോർഡിൻ്റെ അവിടെ ചെറിയ കറുപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ബോർഡ് കംപ്ലൈൻ്റ് ഇല്ല പോകണം. ആദ്യം അത് കംപ്ലീറ്റ് വൃത്തിയാക്കി എടുക്കണം. ഒരു ഭാഗം ഒഴിവില്ലാണ്ട് കംപ്ലീറ്റ് പൊടിയാണ്. ചെറിയ പൊടിയാണ് ഈ പോണത്. എല്ലാത്തിനും വലിയ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല തോന്നുന്നു. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്താ അറിയാൻ പറ്റുള്ളൂ. ഒരു ദിവസം ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം.
അപ്പോൾ ഇനി വർക്കിംഗ് വീഡിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫിറ്റിംഗ് വീഡിയോ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഇടുന്നതാണ്. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. ഈ ഫിൽറ്ററിങ് കപ്പാസിറ്ററാണ് ആ CRT TV-യിലെ മെയിൻ വില്ലൻ. ഇത് മാറ്റി കഴിഞ്ഞാൽ ഫിൽറ്ററിങ് ഓക്കെ ആവും. ഫിൽറ്ററിങ് ഓക്കെ ആയാൽ ബാക്കിയുള്ള എന്താ കംപ്ലൈൻറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അത് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒന്ന് സർക്യൂട്ടിൽ സപ്ലൈ വരും, അതേപോലെ തന്നെ ഡ്രെയിനായി പോകും, അതാവും കംപ്ലൈൻറ്റ്. ഇത് കൊടുത്തു കഴിഞ്ഞ് നേരെ സീരിയൽ ലാമ്പിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഏകദേശം എന്താണ്, എവിടെയൊക്കെയാണ് ഇനി കംപ്ലൈൻ്റ് ഉള്ളതെന്ന്. അവിടെ നോക്കിയിട്ട് ബാക്കി വർക്ക് ചെയ്യാം.